ദൈവ തിരുനാമത്തിന് മഹത്വം ഉണ്ടാകട്ടെ. കർത്താവ് യേശു ക്രിസ്തുവിൻ്റെ സ്നേഹം നിറഞ്ഞ നാമത്തിൽ നിങ്ങൾക്ക് ഓരോരുത്തർക്കും എൻ്റെ എളിയ സ്നേഹവന്ദനം. പലപ്പോഴും ദൈവം പ്രവർത്തിക്കുന്നത് എളിയവരിലൂടെയാണ്, തങ്ങളെ തന്നെ എളിമപ്പെടുത്തുന്നവരിലൂടെയാണ്, തങ്ങളെ തന്നെ ദൈവകരങ്ങളിലേക്ക് താഴ്ത്തി കൊടുക്കുന്നവരിലൂടെയാണ് ദൈവം പ്രവർത്തിക്കുന്നത്. ദൈവത്തിൻ്റെ വചനം പറയുന്നു, ദൈവം നിഗളികളോട് എതിർത്ത് നിൽക്കുന്നു, താഴ്മയുള്ളവർക്കോ കൃപ നൽകുന്നു. നാം ദൈവസന്നിധിയിൽ താണാൽ ദൈവം നമ്മെ ഉയർത്തും. നാം ദൈവസന്നിധിയിൽ ഉയർന്നാൽ നമുക്ക് താഴ്ചകൾ വരും. ദൈവത്തിന് വചനം അങ്ങനെ പറയുന്നു. സ്തോത്രം. അതുകൊണ്ട് നമുക്ക് ദൈവസന്നിധിയിൽ താഴാം. ഞാൻ നിങ്ങളോട് പറയട്ടെ, നിങ്ങളിൽ പലരുടെയും ജീവിതത്തിൽ ജീവനുള്ള ദൈവം ഒരു അത്ഭുതം പ്രവർത്തിക്കുന്നതിനായി, അത് ആത്മീയമായിക്കൊള്ളട്ടെ ഭൗതികമായിക്കൊള്ളട്ടെ, നിങ്ങൾ ദൈവസന്നിധിയിൽ താഴൂ. ദൈവം നിങ്ങളെ ഉയർത്തും. അവൻ നിങ്ങളെ തക്ക സമയത്ത് ഉയർത്തേണ്ടതിന് ദൈവത്തിന്റെ ബലമുള്ള കൈക്കീഴിൽ താണിരിപ്പീൻ. അത് ദൈവത്തിന്റെ വചനമാണ്. 2 ദിനവൃത്താന്തങ്ങളുടെ പുസ്തകത്തിൽ ഇപ്രകാരം പറയുന്നു, എൻ്റെ നാമം വിളിക്കപ്പെട്ടിരിക്കുന്ന എൻ്റെ ജനം തങ്ങളെ തന്നെ താഴ്ത്തി പ്രാർത്ഥിച്ച് എൻ്റെ മുഖം അന്വേഷിച്ച് തങ്ങളുടെ ദുർമാർഗങ്ങളെ വിട്ട് തിരിയുമെങ്കിൽ ഞാൻ സ്വർഗത്തിൽ നിന്ന് കേട്ട് അവരെ പാപം ക്ഷമിച്ച് അവരുടെ ദേശത്തിന് സൗഖ്യം കൊടുക്കും. ദേശങ്ങൾ അനുഗ്രഹിക്കപ്പെടണമെങ്കിൽ, കുടുംബങ്ങൾ അനുഗ്രഹിക്കപ്പെടണമെങ്കിൽ, വ്യക്തി ജീവിതങ്ങൾ അനുഗ്രഹിക്കപ്പെടണമെങ്കിൽ ഒന്നാമത്തെ കാര്യം, എൻ്റെ നാമം വിളിക്കപ്പെട്ടിരിക്കുന്ന എൻ്റെ ജനം തങ്ങളെ തന്നെ താഴ്ത്തണം. ദൈവസന്നിധിയിൽ അത് വലിയ വിലയുള്ള ഒന്നാണ്, താഴ്ത്തുക എന്നുള്ളത്. വീണ്ടും ദൈവത്തിന് വചനം നമ്മെ ഓർപ്പിക്കുന്നു. യെശയ്യാപ്രവചനത്തിൽ, ഉന്നതനും ഉയർന്നിരിക്കുന്നവനും ശാശ്വതവാസിയും പരിശുദ്ധനെന്ന് നാമമുള്ളവനുമായവൻ ഇപ്രകാരം അരുളി ചെയ്യുന്നു, ഞാൻ ഉന്നതനും പരിശുദ്ധനുമായി വസിക്കുന്നു. താഴ്മയുള്ളവരുടെ മനസ്സിനും മനസ്താപമുള്ളവരുടെ ഹൃദയത്തിനും ചൈതന്യം വരുത്തുവാൻ മനസ്താപവും മനോവിനയവും ഉള്ളവരോടുകൂടെയും വസിക്കുന്നു. നാം എത്ര ഉയർന്നാലും ദൈവസന്നിധിയിൽ താണുകൊള്ളണം. അത് ആത്മീയമായിക്കൊള്ളട്ടെ. നിങ്ങൾക്ക് ഈ ഭൂമിയിൽ എത്രത്തോളം സമ്പത്ത് ഉണ്ടായാലും ഓർത്തോളണം, എല്ലാം ദാനമാണ്. എളിമപ്പെട്ടുകൊള്ളണം. നിങ്ങൾക്ക് ആത്മീയമായ എത്ര കൃപാവരങ്ങളോ എത്ര ശുശ്രൂഷയോ കിട്ടിയാലും ഓർത്തോളം കൃപയാണെന്ന്. ഇല്ല, അധികം നാൾ നിൽക്കുകയില്ല. കർത്താവ് കൃപയാണ്. നാഥ, ഒരു വാക്ക് പറയാൻ പറ്റുന്നെങ്കിൽ കൃപയാണ്. ഞാൻ ഓരോ പ്രസംഗം പറയുമ്പോഴും ഞാൻ ഓർക്കും, കർത്താവേ, പ്രീ ഡിഗ്രിക്ക് ഫസ്റ്റ് ഇയർ പഠിക്കുന്നവരെ ഞാൻ തല മുമ്പിട്ടായിരുന്നു നടന്നത്. മനുഷ്യരോട് മിണ്ടാൻ പോലും എനിക്ക് ലജ്ജയായിരുന്നു, അപകർഷതാബോധം. ഒരുപക്ഷെ കുടുംബ സാഹചര്യം അതായിരുന്നു കൊണ്ടായിരിക്കാം. കുടുംബത്തിൽ ജനിച്ച കാലം മുതൽ ഭ്രാന്തന്മാരുടെ കുടുംബം, ജനിച്ച കാലം മുതൽ പട്ടിണികളുടെ കുടുംബം, ജനിച്ച കാലം മുതൽ എല്ലാവരും കുറ്റപ്പെടുത്തി ഒറ്റപ്പെടുത്തി കളിയാക്കി മാറ്റിയിട്ടിരുന്നൊരു കുടുംബം. ആ കുടുംബത്തിൽ ജനിച്ച എനിക്ക് അഭിമാനിക്കാൻ ഒന്നും ഉണ്ടായിരുന്നില്ല. അതുകൊണ്ടാകാം പ്രീ ഡിഗ്രിക്ക് ഫസ്റ്റ് ഇയർ വരെ പഠിക്കുന്നവരെ ഞാൻ തലമുമ്പിട്ട് നടന്നത്. എന്നാൽ 19ാമത്തെ വയസ്സിൽ എൻ്റെ കർത്താവ് എൻ്റെ ഹൃദയത്തിലേക്ക് എഴുന്നള്ളി വന്നു. അന്ന് മുതൽ എൻ്റെ കർത്താവിൻ്റെ താണുപോയ തലയെ പിടിച്ചുയർത്തി. ഞാൻ മനുഷ്യരുടെ മുമ്പിൽ നിന്ന് ഒരു വാക്ക് പോലും പറയാൻ എനിക്ക് അതിനുള്ള പ്രാപ്തി ഉണ്ടായിരുന്നില്ല, പ്രിയരെ, അതിനുള്ള ധൈര്യം ഉണ്ടായിരുന്നില്ല. പക്ഷേ യേശു ക്രിസ്തു എൻ്റെ ഉള്ളിൽ വന്നപ്പോൾ എനിക്ക് ദാഹം, എനിക്ക് യേശുവിനെ സാക്ഷിക്കണം. ജീവനുള്ള ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് ഒരു ദൈവദാസനിലൂടെ എൻ്റെ പേര് വിളിച്ചാണ് ആദ്യം എന്നെ സ്റ്റേജിൽ കയറ്റി നിർത്തുന്നത്. ഇന്ന് എനിക്ക് 56 വയസ്സായി. ഈ വർഷക്കാലം മുഴുവൻ കേരളത്തിൽ മാത്രമല്ല, ഇന്ത്യയിലെ അനേക സ്റ്റേറ്റുകളിൽ, ലോകത്തിൻ്റെ അനേക രാജ്യങ്ങളിൽ പലവട്ടം എൻ്റെ യേശുവിനെ സാക്ഷിപ്പാൻ എനിക്ക് കൃപ തന്നു. അത് കൃപയല്ലേ? അതിനല്ലേ കൃപ എന്ന് പറയുന്നത്. സ്വന്തമായി കഴിവുള്ളവർക്ക് കൃപയെന്ന് ചിന്തിക്കേണ്ട ആവശ്യമില്ല. അവർക്ക് കഴിവുണ്ട്. മോനെ, ആ കഴിവിൽ നീ ആശ്രയിച്ചാൽ എല്ലാം പോകും. നിനക്ക് കഴിവ് തന്നത് ദൈവമാണെന്ന് നീ ചിന്തിച്ചോളണം. നിനക്ക് ഉയർച്ച തന്നത് ദൈവമാണ്. നിനക്ക് അഭിവൃദ്ധി തന്നത് ദൈവമാണ്. എല്ലാത്തിൻ്റെയും കാരണഭൂതൻ ദൈവമാണെന്നുള്ള ഒരു ചിന്ത, അതാണ് യഥാർത്ഥ സ്വഭാവം. മനുഷ്യൻ 10 രൂപ നേടുമ്പോൾ അഹങ്കരിക്കും. ഒരു 4 ഡിഗ്രി പേരിൻ്റെ അറ്റത്ത് വരുമ്പോൾ അവർ പൊങ്ങും. മോനെ, പൊങ്ങിയാൽ താഴും. സ്തോത്രം. താണോ എന്നും ദൈവം പൊക്കി നിർത്തിക്കൊള്ളും. കർത്താവിൻ്റെ കൈക്കീഴിൽ നമ്മെ ഇങ്ങനെ താത്തി നിർത്തിക്കൊള്ളും. അങ്ങനെ വരുമ്പോൾ ആരെങ്കിലും നിങ്ങളെ താഴ്ത്താൻ നോക്കിയാൽ നിങ്ങൾ താണു പോവുകയില്ല. അതാണ് അതിൻ്റെ പ്രത്യേകത. ദൈവം ഉയർത്തിപ്പിടിക്കുമ്പോൾ
ഏതെല്ലാം സാഹചര്യങ്ങളിലൂടെ ആരെല്ലാം നിങ്ങൾ താഴ്ത്താൻ നോക്കിയാലും നിങ്ങൾ താണുപോവുകയില്ല. കാരണം നിങ്ങൾ ബലമുള്ള ഭുജത്തിലാണ് ഇരിക്കുന്നത്. സ്തോത്രം. ദൈവനാമം ബോധപ്പെടട്ടെ. ദൈവം അത്ഭുതം പ്രവർത്തിച്ചു. എളിമയുള്ള 4 പേര്. എന്താ അവർക്ക് എളിമപ്പെടാൻ കാരണം? അവരുടെ ജീവിതത്തിൽ കുറേ പോരായ്മകളുണ്ട്, ചില കുറവുകളുണ്ട്, ചില രോഗങ്ങളുണ്ട്. കുഷ്ഠരോഗം. സഹോദരി സഹോദരങ്ങളെ, ഞാൻ നിങ്ങളോട് പറയട്ടെ, നിങ്ങളുടെ ജീവിതത്തിലുള്ള ചില പോരായ്മകളും കുറവുകളൊക്കെ ഒന്ന് എളിമപ്പെടാൻ നല്ലതാണ്. അത് നന്മയ്ക്ക് ഉപയോഗിക്കാം. മോനെ, നിനക്ക് എല്ലാ കഴിവും ഉണ്ടായിരുന്നെങ്കിൽ, എല്ലാ തികവും ഉണ്ടായിരുന്നെങ്കിൽ നീ ഇങ്ങനെ നിൽക്കുകയില്ല. നീ അഹങ്കരിക്കും, നീ ദൈവത്തെ പോലും ചോദ്യം ചെയ്യും. ഈ ദൈവത്തിൻ്റെ കൃപ നിനക്ക് വേണമെന്ന് നീ ചിന്തിക്കുകയില്ല. ഒരുപക്ഷെ എല്ലാവരുമല്ല, എങ്കിൽ പോലും ഭൂരിഭാഗം അങ്ങനെയല്ലേ നാം കാണുന്നത്. അതുകൊണ്ട് നമ്മുടെ ജീവിതത്തിൽ വന്ന ചില പോരായ്മകൾ പോലും നന്മയ്ക്കാണ്. അതുകൊണ്ടാണ് ദൈവത്തിൻ്റെ വചനം റോമർ 8:28 പറയുന്നു, ദൈവത്തെ സ്നേഹിക്കുന്നവർക്ക്, നിർണയപ്രകാരം വിളിക്കപ്പെട്ടവർക്ക് തന്നെ സകലവും നന്മയ്ക്കായി കൂടി വ്യാപരിക്കുന്നു. ഓൾ തിങ്സ് വർക്ക് ടുഗദർ ഫോർ ഗുഡ് ഫോർ ദോസ് ഹു ലവ് ഗോഡ്. ദൈവത്തെ സ്നേഹിക്കുന്നവർക്ക് നന്മയ്ക്കാണ്. മോനെ, നിനക്ക് ചില രോഗങ്ങളുണ്ടോ? നന്മയ്ക്കാണ്. ദൈവത്തിന് എളിമപ്പെടാം. നിനക്ക് പൈസയ്ക്ക് ഇച്ചിരി ഞെരുക്കമുണ്ടോ? കർത്താവിനോട് ചോദിക്കണം. ഇപ്പോൾ എല്ലാം ഉണ്ട്, ഈ കർത്താവിനോട് ചിലപ്പോൾ ചോദിക്കാൻ മറന്നു പോകും. എടുത്തങ്ങ് ചിലവഴിച്ചാൽ പോരെ, ഇല്ലേ? ബാങ്കിൽ ഇഷ്ടം പോലെ രൂപ എടുക്കുകയാണെങ്കിൽ ഗൂഗിൾ പേ എല്ലാത്തിനും പേ ചെയ്യാം. നിന്റെ ബാങ്കിൽ എമൗണ്ട് കുറവാണെങ്കിൽ നീ പ്രാർത്ഥിക്കും, എൻ്റെ അപ്പ ബാങ്കിൽ പൈസയില്ല, അവൻ സഹായിക്കണം. അത് നല്ലതാണ്, ദൈവത്തിൽ ആശ്രയിക്കാൻ. ഇങ്ങനെയാണ് നമ്മുടെ ജീവിതത്തിലുള്ള കുറവുകളും പോരായ്മകളും ബലഹീനതകളും നമുക്കുള്ള നമ്മുടെ സർക്കംസ്റ്റാൻസസ് എല്ലാം നന്മയ്ക്കാക്കി നാം തീർക്കുന്നത്. എൻ്റെ പ്രിയരെ, അല്ലാതെ അതിലേക്കൊക്കെ നോക്കി നിരാശപ്പെടുകയില്ല. എനിക്കതില്ലല്ലോ, എനിക്കിതില്ലല്ലോ, ഞാൻ അങ്ങനെയല്ലല്ലോ, മറ്റുള്ളവർക്കുണ്ട്, എനിക്കില്ലല്ലോ. നോ, ഒരിക്കലും. കർത്താവിൻ്റെ സ്തോത്രം. എൻ്റെ ജീവിതത്തിൽ എത്രയോ വർഷം കഴിഞ്ഞിട്ടാണ്, ജോലി കിട്ടിക്കഴിഞ്ഞിട്ടാണ് ഞങ്ങളൊരു കാറ് വാങ്ങിച്ചത്. എനിക്ക് തോന്നുന്നത് ഞങ്ങൾക്ക് 3 ആൺകുട്ടികളാണ്. ആദ്യത്തെ 2 കുട്ടികൾ ഉണ്ടാകുന്നവരെ ഞങ്ങൾക്ക് കാർ ഉണ്ടായിരുന്നില്ലെന്നാണ് എൻ്റെ ഓർമ്മ. കർത്താവിൻ്റെ സ്തോത്രം. ഒരു സ്കൂട്ടറുണ്ട്. ആ സ്കൂട്ടറിൽ എത്രയോ മഴ നനഞ്ഞ കുട്ടികളെ കൊണ്ട് ഞങ്ങൾ യാത്ര ചെയ്തിട്ടുണ്ട്. എത്രയോ പ്രാവശ്യം ഞാൻ ഓർക്കുകയാണ്. ഒരിക്കൽ എൻ്റെ പ്രിയപ്പെട്ട ഭാര്യയുടെ വീട്ടിൽ നിന്നും ഞങ്ങൾ കുട്ടികളെ കൊണ്ട് യാത്ര ചെയ്തു പോന്നപ്പോൾ മഴ, ഓരോ വെയിറ്റിംഗ് ഷെഡ് മാറി 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 ഞങ്ങൾ കയറിയിരുന്നു. 8ഓ 10ഓ വെയിറ്റിംഗ് ഷെഡിൽ ഇരുന്നിരുന്ന് കുഞ്ഞുങ്ങളും നനഞ്ഞ ഞങ്ങളും നനഞ്ഞാണ് അങ്ങനെ ഞങ്ങൾ തിരിച്ച് ഞങ്ങളുടെ നാട്ടിലെത്തിയത്. അങ്ങനെയൊക്കെയുള്ള അവസ്ഥയുണ്ടായിരുന്നു. പക്ഷെ ദൈവം ഒന്നും നനയാതെ യാത്ര ചെയ്യാനുള്ള അവസരം തന്നു. അത് കൃപയാണ്. കർത്താവിന് സ്തോത്രം. നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങൾക്കൊരു സ്കൂട്ടറുണ്ടോ? അതോർത്ത് ദൈവത്തെ സ്തുതിച്ചോളണം. മഴ വരുമ്പോൾ, കർത്താവേ, ഒത്തിരി പേർക്ക് കാറുണ്ട്, എനിക്ക് കാറില്ലല്ലോ എന്നോർത്ത് ദൈവത്തോട് പരിഭവിക്കുകയല്ല വേണ്ടത്. എൻ്റെ കർത്താവേ, നീ എനിക്കൊരു സ്കൂട്ടർ തന്നല്ലോ. മോനെ, അങ്ങനെ നീ ഓരോന്നോരോന്നോർത്ത് ദൈവത്തെ സ്തുതിക്കുമ്പോൾ ജീവനുള്ള ദൈവം തന്നെ നിറവടിയായി അനുഗ്രഹിക്കും. നാം ചിന്തിച്ചുകൊണ്ടിരിക്കുന്നത് എന്താണ്? അസാധ്യങ്ങളെ സാധ്യമാക്കുന്ന ജീവനുള്ള ദൈവം. ഹല്ലേലൂയ. ദൈവനാമം മഹത്വപ്പെടട്ടെ. നാം രാജാക്കന്മാരുടെ 2-ാമത്തെ പുസ്തകം 7-ാം അധ്യായത്തിൽ എളിയവരെ കൊണ്ട് അത്ഭുതം പ്രവർത്തിച്ച ഒരു ദൈവത്തെ നാം കാണുന്നു. നിസ്സാരന്മാരെ കൊണ്ട് അത്ഭുതം പ്രവർത്തിച്ച ഒരു ദൈവത്തെ നാം കാണുന്നു. ദൈവത്തിന് അത്ഭുതം പ്രവർത്തിക്കാൻ ഇന്ന സാഹചര്യം വേണമെന്നില്ല, ഇന്ന വ്യക്തികൾ വേണമെന്നില്ല, ഇന്ന ആളുകൾ വേണമെന്നുമില്ല. ദൈവം ഒന്ന് വിചാരിച്ചാൽ അത് അങ്ങനെ തന്നെ നടക്കും. പ്രിയരെ, ഹല്ലേലൂയ. ദൈവത്തിന് സ്തോത്രം. ഇവിടെ നാം വായിക്കുന്നത് ശമരിയിൽ കഠിനക്ഷാമം. ഒരു കഴുതത്തലയ്ക്കും ഒരല്പം പ്രാകാഷ്ഠത്തിനും പോലും വില. കുഞ്ഞുങ്ങളെ പരസ്പരം കൊന്നു തിന്നുന്ന കാലഘട്ടം. രാജാവ് പോലും രട്ടുടുത്തുകൊണ്ട് വിഷമിച്ച് നടക്കുന്നു. പക്ഷേ പ്രവാചകന് ദൈവത്തിൻ്റെ ഒരു അരുളപ്പാടുണ്ടായി. ഞാൻ നാളെ ഈ നേരത്തെ ശമരിയുടെ പരിവാദിക്കൽ ശേക്കലിന് 1 സെയ കോതമ്പുമാവും ശേക്കലിന് 2 സെയ യവവും വിൽക്കും. ഇന്ന് പ്രയാസം അനുഭവിക്കുന്ന നിങ്ങളെ നോക്കി ജീവനുള്ള ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് ഒരു വാഗ്ദത്തം പോലെ, ഒരു പ്രവചന ദൂത് പോലെ പറയുകയാണ്, മോനെ, നിന്റെ ക്ഷാമം മാറും, നിന്റെ ഞെരുക്കം മാറും, നിന്റെ ഇന്നത്തെ ഞെരുക്കം, സാമ്പത്തിക ഞെരുക്കം മാറും, നിന്റെ ശുശ്രൂഷയുടെ പരാധീനതകൾ മാറും, നിന്റെ കുടുംബത്തിൻ്റെ അവസ്ഥ മാറും, നിന്റെ മക്കളുടെ ജീവിത നിലവാരം മാറും, അവരുടെ പഠനത്തിൻ്റെ നിലവാരം മാറും. ഹല്ലേലൂയ. നിന്റെ സ്ഥിതി മാറും, നിന്റെ ഭവനത്തിൻ്റെ സ്ഥിതി മാറും. നീ ഇന്ന് വാടക വീട്ടിൽ കിടക്കുന്നുവെങ്കിൽ നീ സ്വന്തമായി ഭവനം വയ്ക്കും. പോരാ, അനേകർക്ക് ഭവനം വെച്ചു കൊടുക്കും. ഹല്ലേലൂയ. ഇതെല്ലാം സ്വർഗത്തിലെ ദൈവം മനുഷ്യർക്ക് കൊടുക്കുന്ന ദൈവിക വാഗ്ദത്തങ്ങളാണ്.
നീ ഇന്ന് വായ്പ വാങ്ങാൻ കൈ നീട്ടുന്നവനാണെങ്കിൽ നീ അനേകർക്ക് വായ്പ കൊടുക്കും. അല്ല, വായ്പ കൊടുക്കുകയല്ല, സൗജന്യമായി കൊടുക്കും. സ്തോത്രം. ദാനമായി കൊടുക്കും. ഇതെല്ലാം നമ്മുടെ ജീവിതത്തിൽ സംഭവിക്കുന്ന കാര്യങ്ങളാണ്, സംഭവിച്ചു കൊണ്ടിരിക്കുന്ന കാര്യങ്ങളാണ്. എൻ്റെ ജീവിതത്തിൽ അനുഭവമില്ലാത്തതൊന്നും ഞാൻ സാധാരണ എൻ്റെ പ്രസംഗങ്ങളിലോ വചനശുശ്രൂഷയിലോ പറയാറില്ല പ്രിയരെ. സ്തോത്രം. ദൈവത്തിന് സ്തോത്രം. 100 അനുഭവങ്ങൾ, ആയിരക്കണക്കിന് അനുഭവങ്ങൾ ജീവിതത്തിൽ തന്നാണ് എൻ്റെ കർത്താവ് എന്നെ വഴി നടത്തുന്നത്. ഞാൻ പുസ്തകം വായിച്ച് പ്രസംഗിക്കുന്ന ഒരാളല്ല, ഏതെങ്കിലും റെഫറൻസ് നോക്കി മാത്രം പ്രസംഗിക്കുന്ന ഒരാളല്ല, ഏതെങ്കിലും പഠിച്ചിട്ട് പ്രസംഗിക്കുന്ന ഒരാളല്ല. എൻ്റെ ജീവിതത്തിൽ കൃപയാണത്. കൃപയാൽ എൻ്റെ യേശു തരുന്ന അനുഭവങ്ങളുടെ പിൻബലത്തിൽ നിന്നുകൊണ്ടാണ് ഞാൻ ദൈവത്തിൻ്റെ വചനം പറയുന്നത്, ഞാൻ എൻ്റെ കർത്താവിനെ സാക്ഷിക്കുന്നത്, എൻ്റെ കർത്താവിൻ്റെ വചനം പറയുന്നത്. കർത്താവിന് സ്തോത്രം. ഇവിടെ 4 കുഷ്ഠരോഗികൾ അവർ പറയുകയാണ്, അന്ന് കുഷ്ഠരോഗികളായ 4 ആളുകൾ, 3-ാം വാക്യം, പടിവാതുക്കൽ ഉണ്ടായിരുന്നു. അവർ തമ്മിൽ നാം ഇവിടെ കിടന്ന് മരിക്കുന്നത് എന്തിന്? കർത്താവിന് സ്തോത്രം. എന്തിന് മരിക്കണം? അതൊരു നല്ല ചിന്തയാണ്, ഇല്ലേ? എന്തിന് മരിക്കണം? ഇന്ന് നിങ്ങളോട് ദൈവം ചോദിക്കുന്നു, മോനെ, നീ എന്തിനാ മരിക്കുന്നത്? നീ എന്തിനാ നിരാശപ്പെടുന്നത്? നീ എന്തിനാ സങ്കടപ്പെട്ടിരിക്കുന്നത്? നീ എന്തിനാ വാടിയിരിക്കുന്നത്? നീ നിന്നോട് തന്നെ ഒന്ന് ചോദിക്കണം, ഞാൻ എന്തിനാ ഇങ്ങനെ വാടിയിരിക്കുന്നത്? ഞാൻ എന്തിനാ ഇങ്ങനെ സങ്കടപ്പെടുന്നത്? ആത്മഹത്യയെക്കുറിച്ചുള്ള ചിന്തകൾ വരുന്ന പ്രിയ സഹോദരി, നീ നിന്നോട് തന്നെ ചോദിക്കണം, ഞാൻ എന്തിനാ മരിക്കുന്നത്? മരിച്ചാൽ എന്ത് ഗുണം കിട്ടുമെന്നാണ് നിങ്ങൾ ചിന്തിക്കുന്നത്? കുറെ കൂടി ദുരിതം പിടിച്ച നരകയാതന. നിങ്ങൾ മരിക്കണ്ട, നിങ്ങൾ ജീവിക്ക്. നിങ്ങൾക്ക് വേണ്ടി യേശുക്രിസ്തു മരിച്ചിട്ടുണ്ട്. നിങ്ങൾ ആ ക്രൂശ് മരണത്തിൽ വിശ്വസിച്ചാൽ നിങ്ങൾക്ക് പുതിയ ജീവിതം കർത്താവ് തരും. സ്തോത്രം. കർത്താവിൻ്റെ നാമം മഹത്വപ്പെടട്ടെ. മരിക്കരുത്, നമ്മുടെ ജീവിതം നശിപ്പിച്ച് കളയരുത്. നല്ല ഭാവി ദൈവം തരും. എൻ്റെ അമ്മ 3 പ്രാവശ്യം ആത്മഹത്യയെ ശ്രമിച്ച ആളാണ്, പക്ഷെ മരണം നടന്നില്ല. ഇന്ന് അമ്മ അനുഭവിക്കുന്ന സന്തോഷം, സമാധാനം, ഞങ്ങൾ മക്കൾക്ക് ലഭിച്ച അഭിവൃദ്ധി, അനുഗ്രഹം, ഞങ്ങളുടെ കുടുംബത്തിൽ ലഭിച്ച ദൈവപ്രവൃത്തി എല്ലാം ഓർക്കുമ്പോൾ അന്ന് കടന്നു പോയിരുന്നെങ്കിൽ ഇതൊന്നും കാണാൻ പറ്റുകയില്ലായിരുന്നു. ദൈവിക സമാധാനം അനുഭവിക്കാൻ പറ്റുകയില്ലായിരുന്നു. നിത്യജീവൻ്റെ ഓഹരിക്കാരായി ജീവിക്കാൻ പറ്റുകയില്ലായിരുന്നു. നിത്യനാശത്തിലേക്ക് പോകുമായിരുന്നു. അതുകൊണ്ട് എന്തിനു മരിക്കണം? എന്തിനു മരിക്കണം? ഓരോന്ന് ചോദിക്കും. എന്തിനു മദ്യപിക്കണം? മോനെ, നീ എന്തിനു പുകവലിച്ച് നിന്റെ പണം കളയണം, നിന്റെ ശരീരം കളയണം? മോനെ, നീ എന്തിനു കോപിക്കണം? നീ എന്തിനു അഹങ്കരിക്കണം? ഇങ്ങനെ ഓരോന്നോരോന്ന് ചോദിക്കേ, നമുക്കൊരു ഉത്തരം കിട്ടും. അവർ പറഞ്ഞു, നാം എന്തിനു മരിക്കുന്നു? പട്ടണത്തിൽ ചെല്ലുക എന്ന് വെച്ചാൽ പട്ടണത്തിൽ ക്ഷാമമായിരിക്കൊണ്ട് നാം അവിടെ വെച്ച് മരിക്കും. ഇവിടെ പാർത്താലും മരിക്കും. അതുകൊണ്ട് വരിക, നമുക്ക് അരാമ്യ പാളയത്തിലേക്ക് പോകാം. അവർ നമ്മെ ജീവനോടെ വെച്ചാൽ നാം ജീവിക്കും, അവർ നമ്മെ കൊന്നാൽ നാം മരിക്കുകയുള്ളൂ എന്ന് പറഞ്ഞു. അവരൊരു ഡിസിഷൻ എടുത്തു. അനുഗ്രഹത്തിന് മുമ്പ് ഒരു തീരുമാനമെടുക്കണം. ഏതൊരു അനുഗ്രഹത്തിന് മുമ്പിലും ഒരു ഡിസിഷനുണ്ട്. അബ്രഹാമിനെ ദൈവം അനുഗ്രഹിക്കുന്നതിന് മുമ്പ് അബ്രഹാം ദൈവസന്നിധിയിൽ ഒരു ഡിസിഷൻ എടുത്തു. ഓരോ ദൈവഭക്തന്മാരെ കുറിച്ച് നാം നോക്കുമ്പോൾ ബ്ലെസ്സിങ്ങിന് മുമ്പ് ഒരു ഡിസിഷനുണ്ട്. നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങൾ അനുഗ്രഹിക്കപ്പെടാൻ ആഗ്രഹിക്കുന്നുവെങ്കിൽ നിങ്ങളൊരു സമർപ്പണം എടുക്കണം. എന്താണ് ഏറ്റവും വലിയ സമർപ്പണം? ഞാൻ യേശുവിന് വേണ്ടി ജീവിക്കും, ഞാൻ യേശുവിൻ്റെ മകനായി ജീവിക്കും, യേശുവിനെ എൻ്റെ രക്ഷിതാവും കർത്താവായി സ്വീകരിച്ച് ഞാൻ യേശുവിൻ്റെ പൈതലായി ജീവിക്കും, ഞാൻ യേശുവിൻ്റെ വേല ചെയ്യും, ഞാൻ യേശുവിനെ സാക്ഷിക്കും, ഞാൻ യേശുവിന് വേണ്ടി പാടും, ഞാൻ യേശുവിനെ പ്രസംഗിക്കും, ഞാൻ യേശുവിനെ ശുശ്രൂഷ ചെയ്യും. ഇങ്ങനെ നിങ്ങൾക്ക് ദൈവസന്നിധിയിൽ എടുക്കാവുന്ന തീരുമാനങ്ങളെല്ലാം എടുക്കൂ. അല്ല, ദൈവം എന്നെ അനുഗ്രഹിച്ചാൽ ഞാൻ ദൈവനാമ മഹത്വത്തിന് വേണ്ടി എൻ്റെ അനുഗ്രഹങ്ങൾ ഞാൻ ചിലവിടും. കർത്താവിന് സ്തോത്രം. ഏത് തീരുമാനവും നിങ്ങൾക്ക് എടുക്കാം. ഈ കുഷ്ഠരോഗികളെടുത്ത തീരുമാനം ദൈവം മുഖവിലക്കെടുത്തു. അവർ മുഖാന്തരം ആ ശമരിയ പട്ടണത്തിൻ്റെ ക്ഷാമം മാറ്റി ദൈവം അനുഗ്രഹിച്ചു. ഇന്നും നമുക്ക് ക്ഷാമം മാറ്റിയ കാര്യം പറഞ്ഞ് തീർക്കാൻ പറ്റുന്നില്ല. അടുത്ത മീറ്റിങ്ങിൽ നമുക്ക് പറയാം എന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് നയിക്കട്ടെ. പ്രിയപ്പെട്ടവർ, ഇന്ന് നാം ചിന്തിച്ചത് എന്താണ്? ദൈവസന്നിധിയിൽ താണാൽ ദൈവം നമ്മെ അനുഗ്രഹിക്കും, നിശ്ചയമായും അനുഗ്രഹിക്കും. ഹല്ലേലൂയ. ആ വലിയ അനുഗ്രഹം നിങ്ങൾക്ക് ഓരോരുത്തർക്കും ലഭിക്കട്ടെ. ദൈവസന്നിധിയിൽ താഴുവീൻ, ദൈവസന്നിധിയിൽ എളിമപ്പെടുവീൻ, ദൈവസന്നിധിയിൽ നമ്മുടെ നിസ്സാരതകൾ ഏറ്റുപറഞ്ഞുകൊണ്ട് ദൈവസന്നിധിയിൽ താഴുവീൻ. എന്നാൽ അവൻ നിങ്ങളെ ഉയർത്തും, വളർത്തും, അനുഗ്രഹിക്കും. കർത്താവ് നിങ്ങളെ അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുകയും അനുഗ്രഹിക്കുകയും ചെയ്തുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകളെ നിർത്തുന്നു. ദൈവനാമം മഹത്വപ്പെടട്ടെ. പ്രിയ സഹോദരി സഹോദരങ്ങളെ, നിങ്ങൾക്ക് പ്രാർത്ഥനാ വിഷയങ്ങളുണ്ടോ? താഴെ കാണുന്ന നമ്പറിൽ
ഞങ്ങളെ കോൺടാക്ട് ചെയ്താൽ ഞങ്ങൾ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാം. ഞങ്ങളുടെ പ്രയർ വാരിയേഴ്സ് ടീം നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കും. കർത്താവിന്റെ സ്തോത്രം. എങ്കിലും പീസ് മൗണ്ട് ഇൻ്റർനാഷണൽ മിനിസ്ട്രീസിൽ നിന്നും ഞങ്ങൾ കൊടുക്കുന്ന നിർദ്ദേശങ്ങൾ നിങ്ങൾ ഒറ്റയ്ക്കൊറ്റയ്ക്ക് പ്രാർത്ഥിക്കുക. ഞങ്ങൾ പ്രാർത്ഥിക്കാം, പക്ഷേ നിങ്ങൾ യേശുവിനോട് പ്രാർത്ഥിക്കൂ. അങ്ങനെ യേശുവുമായി ഒരു അടുപ്പം സ്ഥാപിക്കൂ. അങ്ങനെ നിങ്ങൾക്ക് പ്രാർത്ഥനയ്ക്ക് മറുപടി കിട്ടിയാൽ കൂടുതൽ കർത്താവിനോട് അടുക്കാൻ ഇടയാകും. തീർച്ചയായും ഞങ്ങളും നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാം. കർത്താവ് നിങ്ങളെ നടപടിയായി അനുഗ്രഹിക്കട്ടെ. ദൈവനാമം മഹത്വപ്പെടട്ടെ. സ്തോത്രം.